എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ രാവിലെ എഴുന്നേൽക്കുന്ന ഇവർക്ക് ഇപ്പോഴും ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നൊരു ബോധം വന്നിട്ടില്ല. സെങ്ങൊക്കെ ആണെങ്കിൽ അവർ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച കാര്യമൊക്കെ സംഭവിച്ച ആ ഒരു സന്തോഷത്തിലാണ്. അങ്ങനെ ഇവർ മുഖാമുഖം നോക്കി കിടക്കുമ്പോഴായിരിക്കും പുറത്ത് മീസുക്കിന്റെയും യാൻസിക്കിന്റെയും സൗണ്ട് കേൾക്കുന്നത്. അവരവരുടെ ടൂറൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുവാണ്. എന്നാൽ തിരിച്ചു വന്ന മീസുക്ക് ആണെങ്കിൽ യാൻസിക്കിന് ഒരു സ്വസ്ഥതയും കൊടുക്കാതെ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ചോയ് ഹേസുക്കിന് എന്ത് നന്നായിട്ട് നോക്കിയേ, നിങ്ങൾ എന്തെങ്കിലും എനിക്ക് വേണ്ടി ചെയ്തു തന്നോ എന്നൊക്കെ പറഞ്ഞ പരിഭവത്തിൽ വീടിനകത്തേക്ക് കയറി വരുമ്പോൾ ഒന്നും അറിയാത്ത കണക്കിന് പുസ്തകം വായിച്ചിരിക്കുന്നത് പോലെ അഭിനയിക്കുവാണ് റിയു സെങ്ങോയും. ഇവരെ രണ്ടുപേരെയും കണ്ടൊന്ന് നോക്കി നാണമില്ലേ പിള്ളേരെ വലുതായിട്ടും കഥാപുസ്തകം വായിച്ചിരിക്കാൻ എന്നും പറഞ്ഞ് വഴക്കു പറയുന്നു. കൈയോടെ പൊക്കിയില്ല എന്നൊരു സമാധാനമാണ് ഇവർക്ക്. ഇവിടെ വീട്ടിലാണെങ്കിൽ ഭക്ഷണമൊക്കെ ബാക്കിയിരിപ്പുണ്ട്. അതുകൊണ്ട് ഹേസുക്കും ചോയി എല്ലാവരും കൂടെ ഇന്ന് മീസുക്കിന്റെ വീട്ടിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഇവരിങ്ങനെ ചോദിക്കുമ്പോൾ ട്രിപ്പൊക്കെ നല്ല അടിപൊളിയായിരുന്നു, അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നിങ്ങളെയും കൂടെ കൊണ്ടുപോകാം എന്ന് ചോയി പറയുമ്പോൾ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ചിലപ്പോൾ ഇവരുടെ പാർട്ട്നേഴ്സും കൂടെ നമ്മുടെ കൂടെ ഉണ്ടാകും. ഇവർക്ക് രണ്ടുപേർക്കും പാർട്ട്നേഴ്സിനെ കണ്ടുപിടിക്കാൻ തീരുമാനിച്ച കാര്യം ഹേസുക്ക് പറയും. ഇത് കേട്ട് റിയു സെങ്ങോയും ആകെ ഷോക്കായി പോവാണ്. ഏയ് റിയുവിന് മാച്ചായിട്ട് അങ്ങനെ ഒരാളുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിപ്പോ പറയുന്ന സെങ്ങോയോട് എന്താടാ എന്റെ മോൾക്കൊരു കുഴപ്പമെന്ന് ഒതുക്കുകയാണ് മീസുക്ക്. സെങ്ങോയുടെ സ്വഭാവത്തിൽ പിടിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടിയും ഇവിടെ ഉണ്ടാകുമെന്ന് എനിക്കും തോന്നില്ല എന്ന് റിയ പറയുമ്പോൾ അതിന് എന്റെ മോന്റെ സ്വഭാവത്തിന് എന്താ കുഴപ്പം എന്നും ചോദിച്ചിരിക്കുവാണ് ഹേസുക്ക്. ഏയ് ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഞങ്ങൾ ഒരുമിച്ച് കുറെ കാലം ഉണ്ടായിരുന്നതല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പരസ്പരം കളിയാക്കുമെന്നും പറഞ്ഞ് രക്ഷപ്പെടും. ശ്വാസം അടക്കി പിടിച്ചാണ് ഇവർ രണ്ടുപേരും ഇത്രയും നേരം അവരുടെ മുന്നിൽ നിന്നത്. ഇനി നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞാലോ എന്ന് സെങ്ങ് ചോദിക്കുമ്പോൾ ഇപ്പോഴും വേണ്ടാന്ന് തന്നെയാണ് റിയ പറയുന്നത്. ഇപ്പൊ നമ്മുടെ പാരന്റ്സ് നമ്മുടെ ഡേറ്റിംഗിലാണെന്നെങ്ങാനും അറിഞ്ഞാൽ പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അവരോട് പറയേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നീ എന്റെ റൂമിൽ വന്നിങ്ങനെ നിൽക്കുന്ന പോലെയൊന്നും പിന്നെ നിൽക്കാൻ പറ്റില്ല. നമ്മൾ എപ്പോൾ ഒരുമിച്ചുണ്ടായാലും അവരുടെ ഒരു കണ്ണ് നമ്മുടെ അടുത്തുണ്ടാവും. ഇപ്പോഴത്തെ പോലെ ഫ്രീഡത്തിൽ നമുക്ക് നടക്കാനൊന്നും പറ്റില്ല എന്ന് റിയു പറയുന്നത് കേൾക്കുമ്പോൾ ശരിയാണ്, ഇപ്പൊ ആരോടൊന്നും പറയാത്തത് തന്നെയാണ് നല്ലതെന്ന് സെങ്ങോക്കും തോന്നും. അങ്ങനെ പിന്നെ ഇവരുടെ സീക്രട്ട് ഡേറ്റിംഗ് ആരംഭിക്കുവാണ്. കെട്ടാകുമ്പോൾ യൊന്തൂനെ കൂട്ടി സ്കൂളിലേക്ക് ദാന പോകുന്ന സമയത്ത് മോയത്തിനെ അമ്മയും വഴിയിൽ വെച്ച് കാണുവാണ്. മോയം അവളുടെ ഫീലിംഗ്സ് എല്ലാം ദാനോയോട് തുറന്നു പറഞ്ഞ ശേഷം യൊന്തൂനെ അവൻ ഇവരുടെ അടുത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നില്ല. ജേസുക്കിനാണെങ്കിൽ യൊന്തൂനെ ഭയങ്കര ഇഷ്ടമാണ്. യൊന്തൂനെ ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം, ഇനിയും അവളെ വിട്ടൂടെ എന്ന് ചോദിക്കുമ്പോൾ അവളെ നോക്കാനുള്ള ലേഡി അടുത്ത ആഴ്ച തൊട്ട് വരും, ഇപ്പൊ കുറച്ചേരം ഞാൻ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിക്കോളാം, അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. ഇവരുടെ അടുത്ത് നിൽക്കാൻ പറ്റാത്തതിന് യൊന്തൂന് ഒരുപാട് സങ്കടമുണ്ട്. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു പേരക്കുട്ടിയെ വേണം, നീ എത്രയും പെട്ടെന്ന് വല്ല ഡേറ്റിങ്ങിനും പോവാൻ നോക്കെന്നും പറഞ്ഞ് ജേസുക്ക് മോയത്തിനെ നിർബന്ധിക്കുമ്പോൾ എന്തായാലും താൻ പോവില്ല എന്ന് ഉറപ്പിച്ച് തന്നെ നിൽക്കുവാണ് മോയ. പോകുന്ന വഴി യൊന്തു ആണെങ്കിൽ ദാനോയോട് ഞാൻ പഴയ പോലെ മോയത്തിന്റെ വീട്ടിൽ പൊക്കോട്ടെ, എനിക്കാണെങ്കിൽ മോയത്തിന്റെ കൂടെ കളിക്കാനും അവരുണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ ഇനി തൊട്ട് പകരം ഞാൻ നിന്റെ കൂടെ കളിച്ചോളാം, ഈ വീക്കെൻഡിൽ ഞാൻ നിന്നെ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് ദാനോ യൊന്തുവിന് പ്രോമിസ് കൊടുക്കും. ഇവിടെ റിയുവിന്റെ കുക്കിംഗ് ക്ലാസ് ഒക്കെ കഴിഞ്ഞു, ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുവാണ്. നല്ല പേടിയുണ്ടെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ അവൾ എക്സാം കംപ്ലീറ്റ് ആക്കും. എക്സാം കഴിഞ്ഞിറങ്ങുന്ന അവളെയും കാത്ത് പുറത്ത് ഫ്ലവേഴ്സുമായി സെങ്ങോ കാത്തിരിപ്പുണ്ടായിരുന്നു. ഞാൻ എക്സാം പാസ്സായൊന്നുമില്ലല്ലോ, പിന്നെ എന്തിന്റെ പൂക്കളെന്ന് ചോദിക്കുവാണ് അവൾ. എന്നാൽ എന്റെ ഗേൾ ഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്റെ ഡ്യൂട്ടി അല്ലേ റിയു, ഈ പൂക്കളെ നിന്നെ ഒരുമിച്ച് കണ്ടിട്ട് ഇതിലേതാ നീയെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവനാണെങ്കിൽ ക്രിഞ്ച് ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുവാണ്. ഇത് കേട്ട് ഇവനെ ചീത്ത വിളിക്കുന്നുണ്ടെങ്കിലും സംഭവമൊക്കെ ഇവൾക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ഇവിടെ ദോങ്ജിനാണെങ്കിൽ അവന്റെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്ന സമയമായിരിക്കും വഴിയിൽ വെച്ച് നായിനെ കാണുന്നത്. അവളാണെങ്കിൽ സെങ്ങോ അവളെ റിജക്ട് ചെയ്തതിന്റെ മൂഡ് ഓഫിലാണ്. ഇവളെ കാണുമ്പോൾ ഇവളുടെ കൂടെ കൂടും. കണ്ടോ, ഒരു നല്ല ദിവസമായിട്ട് ജോലിക്ക് പോകണം, ഇതൊക്കെ കൊണ്ട് ഞാൻ ജോലിക്ക് പോകാത്തതെന്ന് ഇവൻ പറയുമ്പോൾ ജോലി ഇല്ലാത്തവർക്ക് അങ്ങനെ എന്തും പറയാലോ, ആര് പറഞ്ഞു എനിക്ക് ജോലിയില്ലാന്ന്, ഞാനിപ്പോൾ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുക, ഇത് എന്റെ പ്രൊഡക്റ്റാ, നിനക്ക് വേണമെങ്കിൽ ഞാൻ ഒരെണ്ണം ഫ്രീ ആയിട്ട് തരാം എന്നും പറഞ്ഞ് ഇവൾക്ക് കൊടുക്കാൻ നേരത്ത് ഇവളുടെ കയ്യിൽ നിന്ന് ഒരു പേപ്പർ നിലത്തേക്ക് വീഴും. ആ സമയമാണ് ഇവള് വർക്ക് ചെയ്യുന്ന കമ്പനി സെങ്ങോയുടെ കമ്പനിയാണെന്ന കാര്യം ദോങ്ജിന് മനസ്സിലാവുന്നത്. നീ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതെന്റെ ഫ്രണ്ടിന്റെ കമ്പനിയാണല്ലോ എന്ന് ദോങ്ജിൻ പറയുന്ന അതേ സമയമായിരിക്കും സെങ്ങോയും റിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. ഇവളുടെ കയ്യിൽ പൂവുണ്ട്, ഇത് എവിടെന്നാന്ന് ചോദിക്കുമ്പോൾ സെങ്ങോ ആണെങ്കിൽ അത് പെട്ടെന്ന് പിടിച്ചു വാങ്ങി, അതെന്റെതാ, ഇവള് വെറുതെ വാങ്ങി പിടിച്ചതാന്ന് പറയും. അപ്പൊ നീ ഇപ്പൊ ആൾക്കാരുടെ അടുത്ത് നിന്ന് പൂക്കൾ മോഷ്ടിക്കാനും തുടങ്ങിയോ? സെങ്ങോ നീ പേടിക്കണ്ട, ഞാൻ അമ്മയോട് പറഞ്ഞ് ഇവളെ ശരിയാക്കിക്കോളാം. അമ്മയോ? ഇപ്പോഴാണ് ഞാന് റിയു ദോങ്ജിന്റെ അനിയനാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. നിങ്ങൾ സിബ്ലിങ്സ് ആണോ എന്ന് ഇവള് ചോദിക്കുമ്പോൾ അതെനിക്ക് പറയാൻ കുറച്ച് നാണക്കേടുണ്ടെങ്കിലും അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്നും പറഞ്ഞ് നിൽക്കുവാണ് റിയു. അല്ല നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പണ്ട് വർക്ക് ചെയ്തിരുന്ന ജിമ്മിൽ ഇവള് വരാറുണ്ടെന്ന കാര്യം ദോങ്ജിൻ പറയും. അങ്ങനെ ഇപ്പോൾ ദോങ്ജിൻ ആണെങ്കിൽ ഇവരുടെ കൂടെ സെങ്ങോയുടെ ഓഫീസ് കാണാൻ വേണ്ടി വരുവാണ്. നീ എന്തിനാ അവൻ ഇങ്ങോട്ടേക്ക് വിളിച്ചു കയറ്റിയെന്ന് റിയു ചോദിക്കുമ്പോൾ പിന്നെ അവൻ വരണോന്ന് പറഞ്ഞാൽ വരണ്ടാന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചിരിക്കുവാണ് സെങ്ങോ. ഇപ്പൊ ഈ സമയമാണ് ദോങ്ജിന്റെ കയ്യിലെ പ്രൊഡക്റ്റിന്റെ കാര്യം നായൻ ശ്രദ്ധിക്കുന്നത്. ഈ പ്രൊഡക്റ്റ് കുറച്ചുനാൾ മുന്നേ ഓൺലൈനിൽ ഭയങ്കരമായിട്ട് വിവാദമായ ഒന്നായിരുന്നു. അതായത് ഇതുവരെ അപ്രൂവ് ആവാത്ത പ്രോട്ടീനാണ് ഈ ഒരു പ്രൊഡക്റ്റിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു കാര്യം നായൻ ഇവരോട് പറയുമ്പോൾ ദോങ്ജിനെ പോലെ ഇത് കേട്ട് റിയു ഷോക്ക് ആവുകയാണ്. അങ്ങനെ റിയു നേരെ ഇവനെ കൈയോടെ വെക്കി
കാര്യങ്ങളൊക്കെ വീട്ടിൽ വന്ന് പറയും. മീസുക്ക് ഇതിനു വേണ്ടിയാണെങ്കിൽ ഒരു വലിയ തുക തന്നെ ദോങ്ജിന് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഇവനിത് കുറച്ച് പേർക്ക് സെയിലും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പുറത്തറിഞ്ഞ പോലീസ് കേസ് ആവുമെന്ന് ഉറപ്പാണ്. ഇത് കേട്ടതും ഗ്യാൻസിക്കാണെങ്കിൽ ഇവൻ ഒരുപാട് വഴക്ക് പറയും. മീസുക്കാണെങ്കിലും എനിക്കറിയാം നീ ഇങ്ങനെയൊന്നും നന്നാവാൻ പോകുന്നില്ല, എന്നാൽ എന്തോ ഒരു പ്രതീക്ഷയുള്ളതുകൊണ്ട് ഞാൻ നിനക്ക് ആ ഒരു പൈസ തന്നെ, എനിക്കിനി നിന്റെ കാര്യത്തിൽ പ്രതീക്ഷയൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഇപ്രാവശ്യം ശരിയാവുന്ന ഓർത്ത് തന്നെയാണ് ഞാനും ഇതിനിറങ്ങി തിരിച്ച്. എനിക്കറിയാം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഭാരമാണ്. റിയുവിന്റെ അത്ര നന്നായിട്ട് പഠിക്കാൻ സ്മാർട്ട് ഒന്നുമല്ല ഞാൻ. എന്നീന്ന് അങ്ങനെ നിങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നും എനിക്കറിയാം. പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ ആവണമെന്നും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി തരണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് നിങ്ങളുടെ മുന്നിൽ തലയുയർത്തിപ്പിടിച്ച് നിൽക്കണം, എനിക്ക് സ്പെഷ്യൽ ആവണം, അതിനു വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തതെന്നും പറഞ്ഞ് ഇവൻ അകത്തേക്ക് കയറി പോകുമ്പോൾ ഇത് കേട്ട് റിയുവിന് ഇത്തിരി സങ്കടമാണ്. കെട്ടാകുമ്പോൾ ദാനു വഴിയിൽ വെച്ച് മോഹിത്തിനെ കണ്ടിട്ടും പഴയതുപോലെ മിണ്ടാതെ വെറുതെ ഒന്ന് ഗ്രീറ്റ് ചെയ്ത് പോകുന്നത് കണ്ട് പണ്ടത്തെ പോലെ ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കാം, എങ്ങനെയുണ്ട്, സുഖമായിട്ടിരിക്കുന്നോ, അങ്ങനെ എന്തെങ്കിലും ഒന്ന്. ഇത് കേൾക്കുന്ന ദാനു ആണെങ്കിൽ ഞാൻ ഇനി തൊട്ട് അങ്ങനെ ചെയ്യില്ല എന്ന് പറയും. ശരി, എന്റെ കയ്യിലൊരു കാര്യമുണ്ട്, അതെങ്കിലും വേണ്ടാന്ന് പറയരുതെന്നും പറഞ്ഞ് ഇവൻ ഇഷ്ടമുള്ള ക്യാൻഡി കൊടുക്കുവാണ്. എന്നാൽ അതും വാങ്ങാൻ മടിച്ചു നിൽക്കുവാണ് ദാനു. എനിക്കിപ്പോഴും നീ അന്ന് പറഞ്ഞ കാര്യം ഓർമ്മയുണ്ട്. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല എന്നാ നീ പറഞ്ഞ്. എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ല. ഇത് കേൾക്കേണ്ട പാട ദാനു, എനിക്ക് നിന്നെ ഇഷ്ടമല്ല. അത് മുഖത്ത് നോക്കി പറയാൻ പറ്റാത്തതുകൊണ്ടാണ് പറയാതിരുന്നതെന്ന് പറയും. അപ്പൊ അന്ന് നീ എനിക്ക് ഒരുപാട് ഓയിൻമെന്റ്സ് കൊണ്ട് തന്നതോ, എന്നെ ഒരുപാട് കെയർ ചെയ്തതോ ഇത് കേൾക്കുന്ന ദാനുവാണെങ്കിൽ അതിന് നീ ഒരുപാട് അർത്ഥങ്ങളൊന്നും കൊടുക്കണ്ട, നിനക്ക് മുറിവ് പറ്റുകൊണ്ട് തന്നതാന്ന് പറയും. ഇവൻ ഇത്ര ഹാർഷായിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ മോഹിത്തിനാണെങ്കിൽ ഒത്തിരി സങ്കടാവും. എന്നാലും അത് പുറത്ത് പ്രകടിപ്പിക്കാതെ ആ ചോക്ലേറ്റും അവന് കൊടുത്ത് ധൃതിയിൽ പോകുന്ന മോഹിത്തിനെ കാണുമ്പോൾ ഇപ്പൊ വേണ്ടെന്ന് വെക്കാനായിട്ട് എൻ്റെ അടുത്ത് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറയുന്നതായിട്ട് കാണാം. കെട്ടാകുമ്പോൾ ഹേസുക്ക് ചോയുടെ അടുത്തേക്ക് വരുമ്പോൾ ചോയാണെങ്കിൽ കാര്യമായിട്ട് എന്തോ ഒരു പരിപാടിയിലാണ്. ഇവരായിരുന്നെങ്കിൽ ഒരുമിച്ചായിരുന്നില്ലല്ലോ കിടത്തോന്നു. അതുകൊണ്ട് തന്നെ പരസ്പരം റൂമിലോട്ടൊന്നും അധികം കയറാറുണ്ടായിരുന്നില്ല. ഇവിടുത്തെ ബെഡ് ഭയങ്കര ചെറുതാണല്ലേ, ഞാനാണെങ്കിൽ ഒരു വലിയ ബെഡിലാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ വന്ന് കിടക്കാം. വേണമെന്ന് ചോദിക്കേണ്ട താമസം ചാടി എഴുന്നേറ്റ് ഹേസുക്കിന്റെ റൂമിലോട്ട് ഓടുകയാണ് ചോളി. ഇവിടെ ദോങ്സിനാണെങ്കിൽ ഏതാണ്ട് 10 പേർക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഓൾറെഡി സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരോടെല്ലാം കാര്യം വിളിച്ചു പറഞ്ഞ് പൈസ റീഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഈ സമയമായിരിക്കും അങ്ങോട്ടേക്ക് റീ വരുന്നത്. ഇവള് കയറി വന്നത് കണ്ട് നീ എന്തിനാ എന്റെ റൂമിൽ ചോദിക്കാതെയും പറയാതെയും കയറി വന്നതെന്ന് ചോദിക്കുന്നവനോട് നീ വേണമെങ്കിൽ എന്റെ റൂമിൽ വന്നോ, ഞാനൊന്നും പറയില്ല എന്ന് പറയുമ്പോൾ പണ്ടൊരിക്കൽ റൂമിന്റെ മുന്നിൽ ഞാൻ റൂമിലോട്ട് കയറിയ കാല് തല്ലി ഒടിക്കുന്നു പറഞ്ഞൊരു ബോർഡ് കെട്ടിത്തൂക്കിയത് ഓർമ്മയുണ്ടോ? അത് പിന്നെ എനിക്കന്ന് നിന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ലായിരുന്നു. ഞാൻ ഓർത്തു അമ്മയ്ക്ക് നിന്നോട് ഒരുപാട് ഇഷ്ടമെന്ന്. എത്ര തന്നെ ഞാൻ പരിശ്രമിച്ചാലും അമ്മയ്ക്ക് നിന്നോടാ കൂടുതൽ സ്നേഹമെന്ന് ഞാൻ ഓർത്തു. ഇത് കേൾക്കുന്ന ദോങ്സിനാണെങ്കിൽ നീ എല്ലാത്തിലും ഫസ്റ്റ് ആയതുകൊണ്ട് അമ്മയ്ക്ക് നിന്നോടാ കൂടുതൽ ഇഷ്ടം. നിന്നെ കുറിച്ച് അമ്മ എത്ര പ്രൗഡായിട്ടാ പറയാതെന്ന് നിനക്കറിയോ? ഇതെല്ലാം ഇവരുടെ തെറ്റിദ്ധാരണയായിരുന്നെന്ന് ഇവർക്കിപ്പോൾ മനസ്സിലായി. എല്ലാവർക്കും അങ്ങനെ സ്പെഷ്യൽ ആവാനൊന്നും പറ്റില്ല. നിന്നെക്കാൾ കൂടുതൽ കൊല്ലം ജീവിച്ച ആളെന്ന നിലയ്ക്ക് ഞാനൊരു കാര്യം പറയാം, നമ്മളെപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ചെയ്യേണ്ടത്. എല്ലാവർക്കും അങ്ങനെ എല്ലാം ഒന്നും നേടാൻ കഴിയില്ല. സാധാരണ ജീവിതം നയിക്കുന്ന ആൾക്കാരും ഉണ്ട് എന്നെ പോലെ. അതുകൊണ്ട് എപ്പോഴും മികച്ചതായി നിൽക്കുക എന്നുള്ള കാര്യം മാറ്റി നിർത്തി നിനക്ക് എന്താണ് ശരിക്കും ചെയ്യേണ്ടതെന്ന കാര്യം ചിന്തിക്കുക. പിന്നെ നീ വിചാരിക്കുന്നത് പോലെ നീ അങ്ങനെ ഒന്നിനും കൊള്ളാത്ത ആളൊന്നുമല്ല. നിനക്ക് എന്തെങ്കിലുമൊക്കെ ആവണമെന്നുള്ള നല്ല പ്രതീക്ഷയില്ലേ? നീ പണ്ട് ട്രെയിനറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇവരിങ്ങനെ സംസാരിക്കുന്നതെല്ലാം കേട്ട് സന്തോഷിച്ച് റൂമിന് പുറത്ത് മാറിയിരിക്കുവാണ് മീസുക്ക്. ചേച്ചി അനിയനും എപ്പോഴും തമ്മിത്തല്ലായിരിക്കുമല്ലോ. ഇങ്ങനെ ശാന്തമായിട്ടൊക്കെ സംസാരിക്കുന്നത് വളരെ റയറാണ്. കെട്ടാകുമ്പോൾ ഇന്ന് റിയുവിന്റെ എക്സാം റിസൾട്ട് വരുന്ന ഡേ ആണ്. രാവിലെ തന്നെ അവളെ നോക്കുമ്പോൾ അവളെ ഭയങ്കര മൂഡ് ഓഫിലാണ് നിൽക്കുന്നത്. കുഴപ്പമില്ലാന്ന് ജയവും തോൽവിയൊക്കെ ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാ, നമുക്ക് വീണ്ടും നോക്കാം എന്നൊക്കെ പറഞ്ഞ് സെങ്ങു ഇവളെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് താൻ എക്സാം പാസ്സായ കാര്യം പറയുവാണ് ഇവള്. കെട്ടാകുമ്പോൾ മോയൻ തന്നെ മരിച്ചുപോയ കൊളീഗിനെ കാണാൻ വേണ്ടി വന്നിരിക്കുവാണ്. ഇവരൊരുമിച്ച് വർക്ക് ചെയ്തതാണ്. വർക്കിനിടയിലാണ് മരണപ്പെട്ടത്. ഒരുപാട് നാളായി ഞാൻ നിന്നെ കാണാൻ വന്നിട്ട്. സത്യം പറയുവാണെങ്കിൽ ചെറുതായിട്ട് ഞാൻ നിന്നെ മറന്നുപോയി. എനിക്കിപ്പോഴും അന്നത്തെ ആ ദിവസം ഓർമ്മയുണ്ട്, നീ ആ ബിൽഡിങ്ങിലേക്ക് ഓടിക്കേറിയ സമയം. അങ്ങനെ പഴയ ഓർമ്മയിൽ ഇവളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുവാണ്. അവിടെ നിന്ന് തിരിച്ചിറങ്ങുമ്പോഴാണ് അങ്ങോട്ടേക്ക് ദാനുവും യന്തുവും കയറി വരുന്ന കാര്യം ഇവള് കാണുന്നത്. ദാനു ആ മെമ്മോറിയലിന്റെ അടുത്ത് കൊണ്ടുപോയി പൂക്കൾ വെച്ച് യന്തുവിനോട് ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടി പറയും. സങ്കടത്തിൽ യന്തു ആ ഒരു മെമ്മോറിയൽ നോക്കി അമ്മയും അച്ഛനെയും വിളിക്കുവാണ്. ഇപ്പോഴാണ് ആ ഒരു ട്വിസ്റ്റ് നമ്മളെ കാണിക്കുന്നത്. യന്തുവിന്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടതാണ്. ദാനു ശരിക്കും യന്തുവിന്റെ അങ്കിളാണ്. അതായത് ദാനുവിടെ ചേട്ടന്റെ മോളാണ് യന്തു. ഈ ഒരു കാര്യമെല്ലാം മാറി നിന്ന് മോയം കാണുന്നുണ്ടായിരുന്നു. സംസാരിച്ചിറങ്ങുമ്പോഴാണ് ഇവർ മോയത്തിനെ കാണുന്നത്. ഒളിഞ്ഞിരുന്നെല്ലാം കേട്ടതിന് മോയം ദാനുവോട് ക്ഷമ ചോദിക്കുമ്പോൾ സത്യാവസ്ഥ എന്താന്ന് ഇവൻ ഇവളോട് പറയും. 2 കൊല്ലം മുന്നേ ഒരു ആക്സിഡന്റിലാണ് ഇവർ മരിച്ചത്. ഇവന്റെ ചേട്ടൻ, ചേട്ടന്റെ ഭാര്യ, ഇവന്റെ അച്ഛൻ, അമ്മ, യന്തു ഇവരായിരുന്നു ആ കാറിലുണ്ടായിരുന്നത്. ആ ഒരൊറ്റ ആക്സിഡന്റിൽ തന്റെ മൊത്തം കുടുംബമാണ് ദാനുവിക്ക് നഷ്ടപ്പെട്ടത്. എന്തോ ഒരു മിറാക്കിൾ പോലെയാണ് യന്തുവിനെ ഇവന് തിരിച്ചു കിട്ടിയത്. അവസാനം ഞാനും യന്തുവും തനിച്ചായി. ഞങ്ങൾ പണ്ട് താമസിച്ചിരുന്ന സ്ഥലത്തുള്ള ആളുകൾ അമ്മയുടെ അച്ഛൻ്റെ ജീവൻ എടുത്ത എന്തോ ഒരു ശാപമാണ് യന്തു എന്ന രീതിയിൽ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ അവളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു. ഇവൻ ഒരുപാട് സങ്കടത്തിലാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ മോയോ ആണെങ്കിൽ എനിക്ക് എങ്ങനെയപ്പം നിന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കേണ്ടതെന്ന് അറിയില്ല, ഞാനൊരു ഹഗ് തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ദാനു അത് വേണ്ടാന്ന് പറയുവാണ്.
എന്നെ ഇപ്പോഴും ഇഷ്ടമല്ലാത്തത് കൊണ്ടാണോ എന്ന് ഇവള് ചോദിക്കുമ്പോൾ അതൊരിക്കലും നടക്കാൻ പാടില്ലാത്തത് കൊണ്ടാണെന്ന് പറയുവാണവൻ. ഇവിടെ റിയു ആണെങ്കിൽ എക്സാം ഒക്കെ പാസ്സായി സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടിയ സ്ഥിതിക്ക് കുറെ റെസ്റ്റോറന്റിലേക്ക് ഇവളുടെ CV അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ യൂണാണെങ്കിൽ സെങ്ങോയുടെ അടുത്ത് വന്ന് ആർക്കിടെക്ചേഴ്സ് ഇവന്റിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുവാണ്. നമുക്ക് ഒരാളെയും കൂടെ എക്സ്ട്രാ കൊണ്ടുപോകാൻ പറ്റുമോ എന്നിങ്ങനെ സെങ്ങോ ചോദിക്കുമ്പോൾ എനിക്കറിയാം നിനക്ക് അവളെ കൊണ്ടുവരേണ്ട വരുമെന്ന്, നീ കൊണ്ടുവന്നോ അതൊക്കെ ഞാൻ വിളിച്ച് ശരിയാക്കിക്കോളാന്ന് പറയും. ഇപ്രാവശ്യം സെങ്ങോക്ക് ആണെങ്കിൽ ആ ഒരു ഇവന്റിൽ വെച്ച് ആർക്കിടെക്ചേഴ്സ് അവാർഡും കിട്ടുന്നുണ്ട്. ഇപ്രാവശ്യം അപ്പോൾ റിയുവിനെയും കൂടെ കൊണ്ടുപോയി ഒരു അവാർഡ് വാങ്ങാം എന്നൊക്കെയുള്ളൊരു സന്തോഷമാണ് സെങ്ങോക്ക്. കെട്ടാകുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇടയ്ക്ക് കൾച്ചറൽ ക്ലാസ്സുകളിൽ പോയി പങ്കെടുക്കാറുണ്ട്. അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇവരിങ്ങനെ വരുന്ന വഴിക്ക് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോയാലോ എന്നുള്ളൊരു പ്ലാൻ പറയുവാണ്. അത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ആണെങ്കിൽ ഇഷ്ടപ്പെടുകയും ചെയ്യും. എന്നാൽ പക്ഷേ അത് ഭയങ്കര കോസ്റ്റ്ലി ആണ്. ആ ഒരു പൈസ കേട്ട് എന്നെ ഷോക്കാവുകയാണ് മീസൂക്ക്. ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് മീസൂക്ക് ഗ്യാൻസിക്കിൻ്റെ അടുത്ത് വരുമ്പോഴായിരിക്കും ഇവരുടെ നെയ്ബർഹുഡിൽ ഇപ്പോൾ വലിയ വേറൊരു ഷോപ്പ് തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഗ്യാൻസിക്കിൻ്റെ ഷോപ്പിലെ കച്ചവടം കുറവാണെന്ന കാര്യം ഇവൾ അറിയുന്നത്. ഇവിടെ റിയു ആണെങ്കിൽ ജോലിക്ക് അപ്ലൈ ചെയ്ത എല്ലായിടത്തു നിന്നും അവളെ റിജക്ട് ചെയ്തിരിക്കുവാണ്. ഇവളുടെ കൂടെ പഠിച്ച പകുതി പേർക്കും ജോലി കിട്ടി. കുറച്ച് പേര് സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങി. ആ ഒരു സങ്കടത്തിലൊക്കെയാണ് ഇവള്. ഇപ്പൊ സെങ്ങു വിളിക്കുന്നതനുസരിച്ച് അവന്റെ അടുത്തേക്ക് കാണാൻ വേണ്ടി പോവാണ് റിയു. അവൾ എന്തോ ഒരു റെസിപ്പി അവൻ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവനാണെങ്കിൽ അത് ഒരുപാട് ഇഷ്ടമാകും. അതുകൊണ്ട് തന്നെ അവളുടെ ആ റെസിപ്പി ഇവ ഫോട്ടോ എടുത്ത് വയ്ക്കുവാണ്. ഈ സമയം തനിക്ക് ആർക്കിടെക്ചർ ഓഫ് ദ അവാർഡ് കിട്ടാൻ പോകുന്ന കാര്യം സെങ്ങു റിയുവിനോട് പറയുമ്പോൾ റിയുവിനാണെങ്കിൽ ഒരുപാട് സന്തോഷമാവും. ഇങ്ങനെ ഒരു ഇവന്റ് വരാൻ പോകുന്നുണ്ട്, നീ എൻ്റെ കൂടെ വരുമോ, അപ്പോൾ എനിക്ക് അവാർഡ് കിട്ടുന്നത് നിനക്കും കാണാമല്ലോ എന്ന കാര്യം ഇപ്പോൾ സെങ്ങു പറയുമ്പോൾ തനിക്ക് വരാൻ പറ്റില്ലെന്ന് പറയാണ് അവള്. നമ്മുടെ ഈ റിലേഷൻഷിപ്പ് ആരെങ്കിലും കണ്ടുപിടിക്കുന്നുള്ള പേടികൊണ്ടാണോ എന്ന് ഇവൻ ചോദിക്കുമ്പോൾ ഇതെങ്ങാനും ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നമ്മൾ വിചാരിക്കാത്ത പോലെ ദോങ്ജിനും നായനും ഒരുമിച്ചറിയാം. ചിലപ്പോൾ നമ്മൾ അറിയുന്ന വേറെ ആൾക്കാർ അവിടെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ ഒഴിഞ്ഞു മാറുമ്പോൾ ഇവനാണെങ്കിൽ അത് ഒരുപാട് സങ്കടമാകും. ഇവളെയും കൂട്ടി അതിന് പോകാന്നുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു ഇവൻ. ഇവിടെ ദോങ്ജിനാണെങ്കിൽ പണ്ടത്തെ ആ ജിമ്മിന്റെ മുന്നിൽ കിടന്ന് കറങ്ങി കളിച്ചുകൊണ്ടിരിക്കുവാണ്. പോയി വീണ്ടും ട്രെയിനറായിട്ട് കയറിക്കോട്ടെ എന്ന് ചോദിക്കാൻ ഇവനൊരു മടി. എന്നാൽ ഇതും കണ്ടുകൊണ്ട് വരുന്ന ഇവന്റെ ബോസിന് കാര്യം പിടികിട്ടും. ഇവനെ വിളിച്ച് അകത്തേക്ക് കയറ്റി വർക്ക് സ്റ്റാർട്ട് ചെയ്തോളാനായിട്ട് പറയും. കെട്ടാകുമ്പോൾ റിയുവിന്റെ വീട്ടിൽ വരുന്ന സെങ്ങോ അവളെ കാണാൻ വേണ്ടി റൂമിലോട്ട് കയറുമ്പോൾ അവളെ അവിടെ കാണുന്നില്ല. ഈ സമയമാണ് അവളുടെ ഡെസ്കിലായിട്ട് അവനൊരു കാര്യം കാണുന്നത്, ഒരു സ്റ്റഡി അബ്രോഡ് കൺസൾട്ടിങ്ങിന്റെ പേപ്പർ. ഇപ്പൊ അങ്ങോട്ടേക്ക് വരുന്ന റിയുവിനോട് ഇതെന്താ, ഇത് ഹേജൂൺ വന്നപ്പോ നിന്നെ കൊണ്ടുപോയി ചേർക്കണോന്ന് പറഞ്ഞ സ്ഥലമല്ലേ, ഇതിനെക്കുറിച്ച് നീ ചിന്തിക്കുന്ന കാര്യം എന്താ, എന്നോട് പറയാഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അമ്മ കേൾക്കുന്നും പറഞ്ഞ് റിയു അവനെ പുറത്തേക്ക് കൊണ്ടുപോകും. നീ വീണ്ടും എന്നെ തനിച്ചാക്കി എബ്രോഡിലോട്ട് പോകാൻ പോവാണോ? ഇല്ല, ഞാൻ വെറുതെ നോക്കിയെന്നേ ഉള്ളൂ എന്ന് റിയു പറയുമ്പോൾ എന്നിട്ട് ഈ ഒരു ഐഡിയ മനസ്സിലുള്ളത് നീ ഒരു വാക്ക് എന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ നിന്റെ കൂടെ മതിയായ രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു വിഷമത്തില ഞാൻ. അടുത്തടുത്താണ് നമ്മൾ താമസിക്കുന്നെങ്കിലും അതെനിക്ക് ഒരുപാട് അകലെയായിട്ട് ഫീൽ ചെയ്യുന്നത്. എല്ലാം ഞാൻ നിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് വിട്ടു തന്നെ. റിലേഷൻഷിപ്പിന്റെ കാര്യം ആരോടും പറയണ്ടെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല. എന്നിട്ട് ഞാൻ നിനക്ക് ഇത്രയൊക്കെ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ജോബിന് അപ്ലൈ ചെയ്ത് എല്ലാ പ്ലേസിൽ നിന്നും എന്നെ റിജക്ട് ചെയ്തു. അതിൽ നിന്ന് ഒരു റെസ്റ്റോറന്റ് പോലും എന്നെ ഒരു ഇന്റർവ്യൂവിന് പോലും വിളിച്ചില്ല. ഞാൻ ഇപ്പോഴും ചെറുപ്പമല്ലേ, എന്റെ ഡ്രീമിന് വേണ്ടി പരിശ്രമിച്ചാൽ അതെനിക്ക് നേടിയെടുക്കാൻ കഴിയും, ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെയുള്ള എന്റെ തീരുമാനമായിരുന്നു ഏറ്റവും വലിയ തെറ്റ്. ഈ 34ാമത്തെ വയസ്സിൽ എല്ലാം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചത് വലിയ മണ്ടത്തരമായി പോയി. ഇപ്പൊ ഒരു സർട്ടിഫിക്കറ്റ് മാത്രമല്ല കിട്ടിയേ, ഒരു ഡിഗ്രി കൂടി കിട്ടിയാൽ നന്നായിരിക്കും എന്ന് തോന്നിയോണ്ടാണ് ഞാൻ ആ സ്റ്റഡി അബ്രോഡ് കൺസൾട്ടിങ് നോക്കി. എനിക്ക് നിന്റെ മുന്നിൽ തല താഴ്ത്തി നിൽക്കാതെ കോൺഫിഡന്റ് ആയിട്ട് നിൽക്കണം. അതുകൊണ്ടാണ് നിന്റെ ഇവന്റിൽ പോലും ഞാൻ വരാൻ വിസമ്മതിച്ച് എന്ന് പറയുന്ന റിയുവിനോട്, റിയു നീ എനിക്ക് ഒരിക്കലും ഒരു നാണക്കേടല്ല. നിന്റെ അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളെ ഞാൻ എന്റെ ഈ ലൈഫിൽ വേറെ കണ്ടിട്ടില്ല. നീ എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കാനാണ് എനിക്കിഷ്ടം. എന്നാൽ ഇത് കേൾക്കുന്ന റിയു ആണെങ്കിൽ നീ ഈ പറയുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട്, എന്നാൽ അത് മാത്രം പോരല്ലോ, എനിക്ക് കുറച്ച് ദിവസത്തേക്ക് ഇത്തിരി സ്പേസ് ആവശ്യമുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയെങ്കിലും നമുക്ക് മാറി നിൽക്കാം, എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കണമെന്നും പറഞ്ഞ് അവള് പോകുമ്പോൾ ഇത് സെങ്ങോക്ക് ഭയങ്കര ഹേർട്ടാവും. കെട്ടാക്കുമ്പോൾ വീട്ടിലോട്ട് പോകുന്ന ദാനു ആണെന്നത് ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന മോയത്തിനെയാണ്. അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവളെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടെന്ന് ഇവന് മനസ്സിലാകും. ഇവനെ കണ്ടതും ഇവളാണെങ്കിൽ ഓരോ പിച്ചും പേയും പറയാൻ തുടങ്ങും. നിന്റെ വാക്കുകളും പ്രവൃത്തിയും ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണല്ലോ. നീ എഴുതുന്ന ആർട്ടിക്കിളിലെല്ലാം നീ ഭയങ്കര ധൈര്യശാലി ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ എന്റെ മുന്നിൽ എന്താ നീ ഒരു വില്ലനെ പോലെ അഭിനയിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ, എന്റെ ലൈഫിലെ വില്ലൻ ഞാനാണ്. എന്റെ കൂടെ ഉണ്ടായാൽ അത് നിനക്ക് ഒരുപാട് ബുദ്ധിമുട്ടാകും. കാരണം എനിക്ക് നിന്നെ രക്ഷിക്കാനോ പ്രൊട്ടക്ട് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. ആ മഡ് ഫ്ലാറ്റ് മാൻ ഒരു ഡ്രീം ആണെന്ന് കരുതി നീ അങ്ങ് മറന്നു കളഞ്ഞേക്ക്. ഇത് കേൾക്കുന്ന മോയോ ആണെങ്കിൽ ചിരിച്ചുകൊണ്ട്, നിനക്ക് എന്നെ കാണുമ്പോൾ ഇന്നസെന്റ് ആയ ഹീറോയിനെ പോലെ തോന്നുന്നുണ്ടോ? മഡ് ഫ്ലാറ്റ് മാൻ വന്ന് രക്ഷിക്കുന്നതും കാത്തു നിൽക്കുന്ന ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഹീറോയിനല്ല ഞാൻ. കാരണം എന്നെ രക്ഷിക്കാൻ എനിക്ക് തന്നെ അറിയാം. അതുകൊണ്ട് നീ നിന്റെ ഫീലിംഗ്സിനെ ടേക്ക് കെയർ ചെയ്യാൻ നോക്ക്. അപ്പോഴേക്ക് ഏതാണ്ട് ഇവളുടെ ബോധം പോയിട്ടുണ്ടാകും. പിന്നെ ഇവളെയും പൊക്കി വീട്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ അവിടെയാണെങ്കിൽ ഇവളുടെ അമ്മ ഉണ്ടാവും. എവിടെ പോയിട്ടാണ് നീ ഇത്രയും കുടിച്ചതെന്ന് ചോദിച്ച് ജേസു ഇവളെ വഴക്കു പറയുകയാണ്. ഇവൾക്ക് പണ്ട് സ്പൈഡർമാൻ ആവാനായിരുന്നു ആഗ്രഹം. കയ്യില് പശയൊക്കെ എടുത്ത് തേക്കുമായിരുന്നു. എന്നിട്ട് ഇപ്പൊ വലുതായപ്പോ കണ്ടോ എനിക്ക് നാണക്കേടായിരുന്നു. ഇത് കേൾക്കുന്ന വെളിവില്ലാത്ത മോയോ ആണെങ്കിൽ സ്പൈഡർമാനെ പോലെയൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുവാണ്. ദാനോ, എന്റെ മോളെ ഞാൻ നന്നായിട്ട് നോക്കി വളർത്തിയില്ല, എനിക്ക് തന്നെ അറിഞ്ഞൂടെ ഭാവിയിൽ ഇതിനെയൊക്കെ ആര് സ്വീകരിക്കുമെന്ന്. എന്നറിയുന്ന ജേസുക്കിനോട്, നിങ്ങൾ ഇവളെ നല്ല പോലെ തന്നെയാണ് വളർത്തിയത്, അതുപോലെ ഞാൻ മോഹത്തിനെ സ്വീകരിച്ചോളാം. എന്നെ സംബന്ധിച്ച് അവൾ ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് അവളോടുള്ള ഫീലിംഗ്സ് മറച്ചു വെക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ എനിക്ക് ഇനിയും പറ്റൂന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് കേട്ട് ആകെ ഞെട്ടിയിരിക്കുവാണ് ജേസുക്ക്. കള്ള് കുടിച്ച് വെളിവില്ലാതെ നിന്ന മോയത്തിന്റെ കെട്ട് വരെ ഇറങ്ങി
ഇറങ്ങിപ്പോകും. കട്ടാകുമ്പോൾ ഇവര് രണ്ടുപേരും ഒരാഴ്ചയ്ക്ക് ഇപ്പൊ പരസ്പരം കാണണ്ടാന്ന് തീരുമാനിച്ചിരിക്കുവാണല്ലോ. അതുകൊണ്ട് റിയുവിന്റെ ഫോട്ടോയിൽ നോക്കിയിരിക്കുവാണ് സെങ്ങോ. റിയു ആണെങ്കിൽ കുക്കിംഗ് പ്രാക്ടീസിലാണ്. എന്നാൽ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. രണ്ടുപേർക്കും മിണ്ടണമെന്നുണ്ടെങ്കിലും അതിനും പറ്റുന്നില്ല. ഇപ്പൊ രാവിലെ എഴുന്നേൽക്കുന്ന റിയു ആണെന്നത് ഡോഗ്സിന്റെ കയ്യിലുണ്ടായിരുന്ന പ്രൊഡക്റ്റ് എല്ലാം അവനെടുത്ത് മാറ്റുന്നതാണ്. നീ അമ്മയ്ക്ക് മര്യാദയ്ക്ക് ആ പൈസ തിരിച്ചു കൊടുക്കണമെന്ന് റിയു പറയുമ്പോൾ എനിക്ക് സാലറി കിട്ടി അപ്പോൾ ഞാൻ ആ പൈസ കൊടുത്ത് തീർത്തോളാം. ഞാൻ ജിമ്മിൽ വീണ്ടും ചേർന്നെന്ന കാര്യം ഇവൻ പറയും. അതിപ്പോ എന്താ പെട്ടെന്ന് അങ്ങനെ തോന്നാന്ന് ഇവള് ചോദിക്കുമ്പോൾ നീ ഇന്നലെ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ശരിക്കും കൊണ്ടു. നീ പറഞ്ഞത് ശരിയാ. വെറുതെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിട്ട് എന്താ കാര്യം? എന്റെ അപകർഷതാബോധമാണ് എല്ലാത്തിനും കാരണം. നിന്നേക്കാൾ നന്നായിട്ട് എന്തെങ്കിലും ആവണമെന്ന് ഞാൻ വിചാരിച്ചേ. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി നമ്മളൊരു ഫാമിലിയാ, അതിനൊന്നും ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാന്ന്. ഇത് കേൾക്കുന്ന റിയു ആണെങ്കിൽ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. ഇവിടെ സെങ്ങു ആണെങ്കിൽ ആ ഇവന്റിൽ തനിക്ക് പങ്കെടുക്കാൻ പറ്റില്ലെന്നും തനിക്ക് പകരം ആ അവാർഡ് വാങ്ങണമെന്നും പറഞ്ഞ് യൂണിനെ ഏൽപ്പിക്കും. എന്നിട്ട് നേരെ ഇവൻ സൈറ്റിലോട്ട് വരുവാണ്. സൈറ്റിൽ വന്ന് എംപ്ലോയീസിന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇപ്പൊ ഇവന്റെ ഫോണിലോട്ട് റിയു കോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതേ സമയം തന്നെ മുകളിൽ നിന്ന് എന്തോ ഒന്ന് പൊട്ടി വീഴുന്ന പോലെ ഒരു ശബ്ദവും നമുക്ക് കേൾക്കാം. പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് ഓടി വരുന്ന റിയുവിനെയാണ്. അവൾ അവിടേക്ക് സെങ്ങോയുടെ പേരും വിളിച്ച് കരയുമ്പോൾ സെങ്ങോ അവിടെ ഒരു റൂമിലുണ്ടാകും. അവന്റെ കൈയിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇവളുടെ വേവലാതി കണ്ട് നീ പേടിക്കേണ്ട, അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല, ചെറുതായിട്ട് കൈയൊന്നും അടങ്ങിയിട്ടുള്ളൂ എന്നും പറഞ്ഞ് ഇവൻ സമാധാനിപ്പിക്കാൻ നോക്കുമ്പോൾ സെങ്ങോ എനിക്ക് ഇതിനെ ഒരുപാട് ഇഷ്ടമാണ്, നീ ശരിക്കും ഒരു ഫൂളാണ്, എന്റെ അപകർഷതാബോധമാണ് എല്ലാത്തിനും കാരണം, നിന്റെ മുന്നിൽ എനിക്കത് ഉണ്ടാവാൻ പാടില്ലായിരുന്നു. കുറച്ച് നാൾ കാണാണ്ടിരിക്കാന്ന് ഞാൻ പറഞ്ഞെങ്കിലും എനിക്ക് നിന്നെ കാണാണ്ട് ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ കാര്യം കേട്ടപ്പോൾ ഞാൻ എത്ര പേടിച്ചെന്ന് നിനക്കറിയോ? ഇനിയും എന്നെ ഇതുപോലെ പേടിപ്പിച്ച ഞാൻ നിന്നെ കൊല്ലൂന്നും പറഞ്ഞിരിക്കുന്ന റിയുവിന് പോയി ഹഗ് ചെയ്ത് ഇല്ല ഞാൻ ഇനി നോക്കിക്കോളാം, കുഴപ്പമൊന്നും വരാതെ, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും, എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് പറയും. അങ്ങനെ ഈ ഒരു സീനോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഇനി വേറെ 3 എപ്പിസോഡ് മാത്രമേ നമ്മുടെ ഈ ഡ്രാമയ്ക്കുള്ളൂ. അതിനിടയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം.